മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇന്നിപ്പോൾ പത്മജയുടെ രാഷ്ട്രീയ പ്രവേശത്തിന്റെ വാർത്ത, ബി.ജെ.പിയിലേക്കുള്ള പോക്കിന് ശേഷം വന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന, കേരളത്തിൽ കോൺഗ്രസ് തകർന്ന തരിപ്പണമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM-ഉം ബി.ജെ.പിയും തമ്മിലാണ് മത്സരം. സുരേന്ദ്രൻ പറഞ്ഞതാണ്. ഇതേ വാചകങ്ങൾ കഴിഞ്ഞ ദിവസം EP ജയരാജനും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ബി.ജെ.പിയും CPM-ഉം തമ്മിലാണ് മത്സരം, കോൺഗ്രസ് ഇല്ല എന്ന്. പലയിടത്തും കോൺഗ്രസ് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ടുപേരുടെയും ഒരേ രീതിയിലുള്ള പ്രസ്താവനയെ വായിക്കേണ്ടത്? സ്മൃതി, ഞാൻ വിചാരിക്കുന്നത് ഇതിനെ മറ്റൊരു തരത്തിൽ കാണാനാണ്. കാരണം മലയാളികൾ പൊതുവെ മതേതര ബോധമുള്ളവരും ഇടതുപക്ഷ മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവരെന്നും അഹങ്കരിക്കുന്നവരാണ്. അതിൽ കോൺഗ്രസിനെയും അങ്ങനെ മാറ്റി നിർത്താനാവില്ല. കോൺഗ്രസിലും പൊതുവെ അത്തരത്തിൽ മതേതര കാഴ്ചപ്പാടുകളും ഇടതുപക്ഷ മനസ്സുമുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട്. പക്ഷേ ശ്രീമതി പത്മജ വേണുഗോപാലിൻ്റെ BJP-യിലേക്കുള്ള പോക്ക് അത്തരത്തിൽ നിന്ന് ഇതൊരു കപട മതേതര ബോധവും കപട ഇടതുപക്ഷ ബോധവുമായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. കാരണം കോൺഗ്രസ് കഴിഞ്ഞ കുറേ നാളുകളായി എടുക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം അത് അപകടം പിടിച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസ് ഒരുപക്ഷെ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ടെത്തിയാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നാളിതുവരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാനായിട്ടില്ലാത്ത നിലപാടുകളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളുടെ ഒരു കൂട്ടമായി ചർച്ചകൾ കുറേ ദിവസമായല്ലോ നടക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ BJP-യും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കുന്നതിന് നിലവിൽ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ആശയക്കുഴപ്പത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ്. അവിടെയാണ് അപകടം പിടിച്ച ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസ് എത്തപ്പെടുന്നത്. മാത്രമല്ല, ശ്രീ കെ കരുണാകരൻ്റെയും ശ്രീ AK ആന്റണിയുടെയൊക്കെ മക്കൾ BJP-യിലേക്ക് പോകുന്നു എന്ന സന്ദേശം അതൊരു വലിയ അപകടം പിടിച്ച തലത്തിൽ. സുരേന്ദ്രൻ്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുതിർന്ന 30ഓളം കോൺഗ്രസ് നേതാക്കന്മാർ, പേരെടുത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന 30ഓളം കോൺഗ്രസ് നേതാക്കന്മാർ BJP നേതൃത്വവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ അലയൊലി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ പലരും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പോകുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ചിലർ ഭീഷണി മൂലമാവാം, മറ്റു ചിലർ ആശയ വ്യക്തതയുടെ അല്ലെങ്കിൽ മോദിയുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും അവരെയൊക്കെ പ്രലോഭനങ്ങളിലും ഭീഷണിയിലൂടെയും ഒക്കെ തന്നെയാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് അനുമാനിക്കാനും തീരുമാനിക്കാനുള്ള അവസരം കൂടിയാണ്. നിലപാടുകളില്ലാത്ത കോൺഗ്രസ് നേതാക്കന്മാരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് കോൺഗ്രസ് നേതാക്കന്മാർ. അതുകൊണ്ട് വരുന്ന സുരേന്ദ്രന്റെ വാക്കുകളെ സുരേന്ദ്രൻ പറഞ്ഞ കണക്കിനെ അതേ രീതിയിൽ വിശ്വസിക്കുന്നുണ്ടോ ഹസ്കർ? അല്ല, നിശ്ചയമായും അത്തരത്തിൽ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളവുമായി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവുമായി ഒക്കെ അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് കേരളത്തിലെ സാഹചര്യം കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന് അതിൻ്റെ അത്തരത്തിലൊരു വ്യതിയാനം കോൺഗ്രസിന് സംഭവിക്കുന്നത് RSSൻ്റെ ശാഖയ്ക്ക് കാവലേർപ്പെടുത്തുന്നതിന് ആളിനെ വിട്ട KPCC പ്രസിഡന്റാണ്. BJP-യിലേക്ക് പോകുന്നതിനും മടിയില്ലെന്ന് പ്രഖ്യാപിച്ച KPCC പ്രസിഡന്റാണ് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തെ പോലൊരു ആൾ കേരളത്തിലെ KPCC-യെ നയിക്കുമ്പോൾ അതിലെ മറ്റ് അണികൾക്ക് അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാർക്ക് BJP-യിലേക്ക് പോകുന്നതിന് യാതൊരു മടിയും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആഗ്രഹിച്ചു പോകുന്നു എങ്കിൽ അതിനവരെ കുറ്റം പറയാനും ആവില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ഒരു MP പാർലമെൻറ്റിൽ മോദിയുടെ സെൻട്രൽ വിസ്താരയിലെ ഡൈനിങ് ഹാളിൽ മോദിയുടെ വിരുന്നിൽ കേരളത്തിൽ ഒരു MP പങ്കെടുക്കുന്നു. ആ വിരുന്നിൽ പങ്കെടുത്ത മറ്റൊരു MP മുൻ ദിവസങ്ങളിൽ തന്നെ BJP-യുടെ കൂടാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ UDF നേതാക്കന്മാരും കേരളത്തിലെ UDF-ൻ്റെ ഘടകകക്ഷി നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ BJP-യിലേക്ക് പോകുന്നതിനുള്ള തത്വത്തിൽ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയെ ഏതൊക്കെ തരത്തിൽ കോൺഗ്രസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും, പശ്ചിമ ബംഗാളിലോ ത്രിപുരയിലോ CPM നേതാക്കന്മാരുടെ കൊടിഞ്ഞുപോക്കിനെ കണക്കെടുത്തുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അത് ഒരു തരത്തിലും ദുർബലമായി പോകും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.